പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് മാങ്ങ വെച്ച് നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നടുകെ കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൈ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മസാലയൊക്കെ ഉള്ളിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. തേങ്ങയുടെ 2ാം പാൽ 1/2 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാങ്ങയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. മാങ്ങയൊന്നും ഉടഞ്ഞൊന്നും പോവാത്ത രീതിയിൽ ഇതാ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ഞാനൊരു 1/4 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. തീ കുറച്ച് വെച്ച് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അവിടെ എവിടെയായിട്ട് ഓരോ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു വറവിന് വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളക് മുറിച്ചിട്ടത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് മുളക് പൊടി ഇതുപോലെ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. വറവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.